ഗായ്സ്, അടുത്ത ആഴ്ച നമുക്ക് കൾച്ചറൽ ഫെസ്റ്റ് അല്ലേ? ഇപ്രാവശ്യം നമുക്ക് ചെത്തണം. ശരിയാ. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം. എനിക്കും ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ ഗ്ലോയിങ് സ്കിൻ വേണം. എടി, ഞാൻ പുതിയൊരു സാധനം ഇൻസ്റ്റാ കണ്ടിട്ടുണ്ട്. നമുക്ക് ഓർഡർ ചെയ്താലോ? ദേ നോക്കിക്കേ, ഇതാണ് ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പെട്ടെന്ന് പോകും. ഓ അടിപൊളി, അവരുടെ സ്കിൻ എത്ര ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നല്ലേ. ഏതാ ബ്രാൻഡ്? ഞാൻ ആ ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇതാണ് ഇപ്പൊ ഭയങ്കര ട്രെൻഡി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തൊക്കെ ആണോ? കമോണിയാ, എന്തിനാ നീ എല്ലാത്തിനും ഇങ്ങനെ പറയാവുന്നത്? ഇതിന് എത്ര ആടാ? അത്രയ്ക്ക് വിലയൊന്നുമില്ല. എന്റെ സ്കിൻ നല്ല സെൻസിറ്റീവാ, എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും പറ്റില്ല, നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. ഈ സോഷ്യൽ മീഡിയ പരസ്യങ്ങളൊന്നും അത്രയ്ക്ക് വിശ്വസിക്കേണ്ട. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താ നോക്കി. റിലാക്സ് ആണ്. യു സൗണ്ട് ലൈക്ക് ഡോക്ടർ. എടി, നമ്മളെന്ന് പറഞ്ഞ ക്രീം അത് ഓർഡർ ചെയ്യണ്ടേ? വേണം. ഞാൻ നിനക്ക് ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നീ നോക്കേ. വാട്സാപ്പിലാണോ? ഇതല്ലേ? ഒരാകട്ടെ. ബഡ്ജറ്റ് ഇത്തിരി കൂടുതലാ. മറ്റന്നാളാണ് ഡെലിവറി കാണിക്കുന്നത്. സ്പ്ലിറ്റ് ഇടുവോ? നമുക്ക് സ്പ്ലിറ്റ് ഇടാം. നീയോ? ഞാനെടുത്തില്ല, എനിക്ക് വേണ്ട, ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഉപയോഗിച്ചോ? എന്നാ പിന്നെ അവളുമാരുടെ അടുത്ത് പറയാം. അവരും കൂടെ ഇരുന്നിട്ട് സെറ്റ് ആക്കാം. ഇതെന്തുവാന്ന് അറിയാതൊക്കെ ചെയ്യണോ? കടയിലായി ക്രീം അല്ലേ? ചെയ്യട്ടെന്നോ? നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു. ഇവിടെ തുറക്കട്ടെ? തുറക്കാം. ശരിയാ, നമുക്ക് ഇപ്പൊ തന്നെ ഉപയോഗിച്ചാലോ? വേണ്ട, രാത്രി ഉപയോഗിക്കാം. എടാ, ഇതിപ്പോ ഉപയോഗിക്കുന്ന എല്ലാരും ഉപയോഗിക്കുവാണോ ഇത്? മാതിരി നമുക്ക് എന്തായാലും ഉപയോഗിക്കാം. എനിക്ക് മേടിച്ചില്ലേ? വേണ്ടടാ, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് അലർജി വന്നോന്ന് അറിയത്തില്ല. നീ ഉപയോഗിച്ചോ? ശരി, എന്നാ നമുക്കിത് രാത്രി ഉപയോഗിക്കാം. നമ്മുടെ കോളേജ് ഡേ സെറ്റ് ആയിരുന്നു, അങ്ങനെ അതും കഴിഞ്ഞു. ഇനി എന്തോ ചെയ്യും? ഇനിയിപ്പോ എക്സാം പഠിക്കണ്ടേ? ഇതൊന്നും പഠിച്ചിട്ട് വലിയ കാര്യം ഉണ്ടെന്നൊന്നും തോന്നില്ല. ഒരു വാഴ കൃഷി ഉണ്ടാവുന്നല്ലേ? വാഴ കൃഷിയോ? ഇത് കഴിഞ്ഞിട്ടോ? പിന്നെ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വല്ല ബ്യൂട്ടി പാർലറും തുടങ്ങിയാലോ? ഇങ്ങനെയുണ്ട്. നമ്മുടെ ക്രീം ഉപയോഗിക്കണ്ടേ? അത് ശരിയാണല്ലോ. എന്തിനാ? എടാ, ഉപയോഗിക്കുന്നോ? ഞാൻ ഒന്നും കൂടെ ചോദിക്കുക. റിസ്ക് എടുക്കണോ? നിന്നോട് ചോദിച്ചില്ല. പോ. പിന്നെ ഉപയോഗിച്ച് നോക്കാം. പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ചിലവരുടെ സ്കിന്നിന് ഇത് പറ്റിയില്ലെങ്കിൽ എന്തോ ചെയ്യും നമ്മള്? പേടിപ്പിക്കല്ലേ, പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലായിരിക്കും. പിന്നെ അത് ഇട്ട് നോക്കും. ചൊറിയുന്നുണ്ടല്ലോ ആകെ. അഭിരാമി, എടി, എനിക്ക് ആകെ അങ്ങ് ചൊറിയുന്ന പോലെ തോന്നുന്നു മുഖമൊക്കെ. ആ ക്രീമിന്റെ വല്ലതും ആണോ? അത് നിനക്ക് തോന്നിയതായിരിക്കും, ആദ്യമായിട്ട് ഉപയോഗിക്കല്ലേ.
എന്നാലും കിടക്കാൻ നോക്ക്. ആകെ റാഷസായാലും ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാം? ഒന്ന് ചൊറിച്ചിട്ടുണ്ടോ കുട്ടി പറഞ്ഞ അപ്പോഴും ഉപയോഗിക്കുന്നത്. അമ്മ വീഡിയോ കോൾ ചെയ്യാണല്ലോ. ഹലോ 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 മമ്മി, ഞാൻ ഇവിടെ പുറത്തിരിക്കുവായിരുന്നു. റേഞ്ചില്ല, ഞാൻ അകത്തേക്ക് വരട്ടെ. ഇല്ല മമ്മി, ഇനി കഴിക്കണം. ഞാൻ എണീറ്റതേ ഉള്ളൂ. ഇപ്പൊ ഇന്നലെ എന്തോ ഞാനൊരു ക്രീം യൂസ് ചെയ്തതാ, പക്ഷെ ഇപ്പൊ റാഷസ് ഒക്കെ ആയി. നന്നായി. എന്നോട് പണ്ട് തൊട്ടേ പറയുന്ന കാര്യമായി കാട്ടി കാണുന്ന ക്രീം എല്ലായിടത്തും പുരട്ടരുതെന്ന്. നല്ലതാണ് പറഞ്ഞിട്ടാണ് എല്ലാ സ്കിൻ ടൈപ്പിലും ചെയ്യുന്നത്. പലരും പലതും പറയും. അത് വെച്ചിട്ടാണോ ചെയ്യേണ്ടത്? എന്തായാലും എന്തോ ചെയ്തു. ഡോക്ടറെ ഞാൻ കാണിച്ചോ? ഇല്ല, ഒന്നും ചെയ്തില്ല. വാർഡിനോട് പറഞ്ഞോ? ഇല്ല, പറയണം. എനിക്ക് വാർഡിൻ ആന്റിയോട് പറഞ്ഞ് പെട്ടെന്ന് ഡോക്ടറെ പോയി കാണാൻ നോക്ക്. കൂടെ ആര് വരും? ഫ്രണ്ട്സ് വരും. അതിലൂടെ വിളിച്ചോണ്ട് പോവും. ഒറ്റയ്ക്ക് പോണ്ട കേട്ടാ. പോയിട്ട് അവിടെ ചെന്ന് വിളിക്കണേ. ശരി. അഴക് നല്ലപോലെ ചോന്നല്ലോ. എന്ത് ചെയ്യും എനിക്കറിയില്ല. നല്ല ചൊറിച്ചിലുണ്ട് ഇപ്പൊ. എനിക്കിപ്പോ നല്ല മുഖമൊക്കെ ചൊറിയുന്നുണ്ട്. ഇപ്പൊ ആന്റി അറിയുമ്പോ വഴക്കും പറയും. എന്തോ ചെയ്യാ? എന്തോ പറ്റി എല്ലാരും ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നേ? റാഷസ് ആയടാ, ഇന്നലെ ക്രീം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞു കണ്ണി കണ്ടൊക്കെ വാരി തേക്കണ്ടെന്ന്. നല്ല കാര്യമുണ്ടോ? നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്തോ ചെയ്യും? വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല, നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ല? ചൊറിച്ചിലുണ്ടായിരുന്നു, കാണാനായിട്ടൊന്നുമില്ല. പക്ഷെ അവളുടെ മുഖം നല്ലപോലെ ചോന്നു. അവൾക്കും ചൊറിച്ചിലുണ്ടെന്ന് പറയാം. നമുക്ക് ആന്റിയോട് പറഞ്ഞു. ആന്റിയോട് പറയാം, എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ. ഞാനിപ്പോ ആന്റിയെ വിളിച്ചോണ്ട് വരട്ടെ. ഇതാ വരുന്നു, ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ആന്റി ഒന്ന് അങ്ങോട്ടൊന്ന് വരാമോ? അവർക്ക് എന്തോ ചൊറിച്ചില് പോലെ മുഖത്ത് മൊത്തം ചുമന്നിരിക്കുന്നു. ഒന്നും അറിയാമേ, ഒന്ന് വരും, ഒന്ന് നോക്കൂ. വന്നേ. എന്താ ഇവിടെ ആർക്കും ഇവിടെ ചൊറിയുന്നതൊക്കെ പറക്കേട്ടത്? ഓ, ഇത് എന്താ ഈ മുഖത്തൊക്കെ പറ്റിയത്? ക്രീം ഉപയോഗിച്ചതാ ആന്റി. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ഒന്നും ഇങ്ങോട്ട് ഓർഡർ ചെയ്ത് വരുത്തരുതെന്ന്. പറഞ്ഞിട്ടുള്ളല്ലേ? എന്തേ ഇവക്ക് മാത്രമേ ഉള്ളൂ? നിങ്ങൾക്കൊന്നും ചൊറിച്ചിലൊന്നും ഇല്ല? ആരെയും ക്രീം ഓർഡർ ചെയ്ത ആരാ? പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്. കണ്ടോ ഇപ്പൊ മുഖം മൊത്തം? പേരൻസിനെ അറിയിച്ചോ? അമ്മ രാവിലെ വിളിച്ചിരുന്നു. കൊള്ളാം, വേഗം റെഡിയാവും. ഞാൻ പോയി റെഡിയായി വരാം. എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കാം. നീ എന്താ പോയിന്ന് ഫ്രഷ് ആവാൻ? ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോണ്ടേ? ആന്റി ഇപ്പൊ വരുമല്ലോ. ഞങ്ങളുടെ ആരെങ്കിലും കൂടെ വരണോ? വേണ്ട, ആന്റി ഉണ്ടല്ലോ. അല്ല, നീ പോകുന്നില്ലേ? നിനക്കും ഉണ്ടല്ലോ അലർജി. ഇല്ല, കുഴപ്പമില്ല. എനിക്ക് കുറഞ്ഞില്ലെങ്കിൽ ഞാൻ വൈകിട്ട് വീട്ടിൽ പോകും. മേ കമ്മിങ് ഡോക്ടർ? എന്ത് പറ്റി? ഡോക്ടർ ഒന്നും പറയണ്ട. ഇത് എന്റെ വീട്ടില് പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന പിള്ളേരാ. ഇതാണ്ട് ഏതാണ്ടൊക്കെ ക്രീം ഓർഡർ ചെയ്ത് ഇതായിപ്പോ മുഖം മൊത്തം റാഷസ് ആയി. ഡോക്ടർ എന്താന്ന് വെച്ചാ നോക്കിയിട്ട് എന്ത് മരുന്നാ, കുട്ടിയുടെ പേരന്റിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഉടനെ വരും. പിന്നെ ഞാനിങ്ങ് കൊണ്ടുവന്നതാ. ഡോക്ടർ എന്താന്ന് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞോളൂ. അതുപോലെ തന്നെ വെറുതെ ഓരോന്ന് കണ്ണി കണ്ടതൊക്കെ വാരി തേക്കും. ഡോക്ടർ അതിന് ഇവരൊന്ന് ഉപദേശിച്ചാൽ കൊള്ളാം. ഇതെന്ത് ക്രീമാണ് ഫേസിൽ അപ്ലൈ ചെയ്തത്? ഡോക്ടർ, ഇന്നലെ ഞങ്ങളൊരു ക്രീം ഓർഡർ ചെയ്തു. അത് തേച്ച് നൈറ്റ് ആയപ്പോ തൊട്ട് ചൊറിച്ചില് പോലെ ഉണ്ടായിരുന്നു. രാവിലെ ആയപ്പോ ഈ റാഷസ് ഒക്കെ ആയി. എന്താ ചെയ്യാറിയില്ല. അതാ വിഷയം. ഇതിപ്പം ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം, അതോ ഹോസ്റ്റലിലുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഇതേപോലെ പ്രശ്നം വന്നിട്ടുണ്ടോ? ഡോക്ടറെ, ഇത് ഇവര് 2-3 പേരും കൂടെ യൂസ് ചെയ്തെന്ന് തോന്നുന്നു. അവർക്ക് ചെറിയ ചൊറിച്ചിലുണ്ടെന്നേ പറഞ്ഞോളൂ. ഈ കുട്ടിക്കാണ് ഇത്രയും കണ്ടീഷൻ പ്രശ്നമായത്. ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്ത് എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻസ് വന്നിട്ടുണ്ടോ, അതോ ഇത് ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്?
ഇല്ല ഡോക്ടർ, ഞാൻ അങ്ങനെ അധികം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. അലോവേറ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം, നാച്ചുറൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോ ഫസ്റ്റ് ടൈമാ, അതായിരിക്കാം, എനിക്കറിയില്ല. വേറെ ക്രീമുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. മാക്സിമം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരുന്ന ഫെയർനെസ് ക്രീമുകളൊന്നും ഒരറിവും ഇല്ലാതെ ഉപയോഗിക്കരുത്. കാരണം അത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിരിക്കത്തില്ല. അതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ശരീരത്തിന് അപകടമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നൊന്നും നിങ്ങൾ നോക്കാതെയാണ് നിങ്ങളുടെ ഒരു പ്രായത്തിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാകുന്ന ഇതിലും വലിയ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പം തൽക്കാലം വേറെ ക്രീമുകളൊന്നും ഇടണ്ട. ഫേസ് ജസ്റ്റ് ക്ലീൻ ആക്കി വെക്കുക, നല്ല വെള്ളത്തിൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ, ശരി ഡോക്ടർ. താങ്ക് യു. ഈ അടുത്തായിട്ട് ഫേസ് ക്രീമുകൾ യൂസ് ചെയ്ത് കുറച്ച് ഗുരുതര പ്രശ്നങ്ങളുമായിട്ട് കുട്ടികള് ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ക്രീമുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽസ് ആണ്. ലെഡ്, മെർക്കുറി, ആഴ്സനിക് പോലെയുള്ള കെമിക്കൽ ആഡ് ചെയ്താണ് പല കമ്പനികളും ക്രീമുകളും ഉണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികളൊക്കെ ഈ പരസ്യങ്ങളിൽ വീണു പോവുകയാണ്. ഇതിന്റെ പ്രോപ്പർ ആയിട്ട് എന്ത് കണ്ടന്റ് ആണെന്ന് പോലും ഇതിലൊന്നും ലേബിൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒരു കുട്ടി പറയാണ്, ഞാൻ ഇന്ന് ഫെയർനെസ് ക്രീം യൂസ് ചെയ്ത് ഞാൻ കുറച്ച് ഗ്ലോ ആയി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റു കുട്ടികളിൽ ഇതിൽ വീണു പോവാണ്. അവർ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ക്രീമുകളൊക്കെ പലതും നമ്മുടെ സ്വാഭാവിക pH-നെ ചേഞ്ച് ചെയ്യുന്നതും കൂടാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് കിഡ്നി ഫെയിലിയർ ആണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പരസ്യങ്ങളിൽ വീണു പോവാതിരിക്കുക. ഒരു ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ക്രീമുകൾ മാത്രം യൂസ് ചെയ്യുക. ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ള കണ്ടന്റുകൾ വായിച്ചു നോക്കി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പരസ്യങ്ങളിൽ വീഴാതിരിക്കുക. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. യുവർ ഹെൽത്ത് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, നോട്ട് ആൻ എക്സ്പെൻസ്. താങ്ക് യു.